സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ്. ക്രിസ്തുമസും ഒരു യാത്രയാണ്. മനുഷ്യരെ തേടി ദൈവത്തിന്റെ യാത്ര. അതുപോലെ ദൈവജനത്തിന്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും ഉത്തരമായിട്ട് രക്ഷകന്റെ യാത്ര. അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ഒരു യാത്ര എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി രക്ഷകന് ജന്മം നൽകുക എന്നുള്ള ദൈവനിയോഗവുമായിട്ട് യാത്ര പുറപ്പെടുന്ന ഔസേപിതാവിനെയും മറിയത്തെയും നമ്മൾ കാണുന്നുണ്ട്. ഇനി രക്ഷകന്റെ ജനനം കഴിയുമ്പോൾ, സദ്വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ യാത്ര പുറപ്പെടുന്ന മാലാഖമാരെയും ആട്ടിടയന്മാരെയും കാഴ്ചവസ്തുക്കളായിട്ട് കടന്നു വരുന്ന പൂജരാജാക്കന്മാരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെയൊക്കെ യാത്രയ്ക്കൊടുവിൽ അവര് രക്ഷകനെ കണ്ടുമുട്ടുന്നുണ്ട്. അവർ യാത്ര ചെയ്തത് എളിമയുടെ വഴിയിലൂടെയായിരുന്നു. ഇനി ഇവരോടൊപ്പം തന്നെ യാത്ര പുറപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഹെറോദൂസ് രാജാവ്. പക്ഷേ അദ്ദേഹത്തിന് രക്ഷകനെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം അദ്ദേഹം യാത്ര പുറപ്പെട്ടത് അഹങ്കാരത്തിന്റെയും സ്വാർത്ഥതയുടെയും വഴിയിലൂടെയാണ്. നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യാത്ര പുറപ്പെടാനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ മുൻപിൽ രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് വഴികളുണ്ട് യാത്ര ചെയ്യാൻ. ഏതു മാർഗമാണ്, ഏതു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഔസേപിതാവും മാതാവും ആട്ടിടയന്മാരും മാലാഖമാരും പൂജരാജാക്കന്മാരും തിരഞ്ഞെടുത്ത് യാത്ര ചെയ്ത എളിമയുടെ വഴിയാണെങ്കിൽ രക്ഷകനെ കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മാർഗം വഴിയെന്ന് പറയുന്നത് ഹെറോദൂസ് രാജാവ് യാത്ര ചെയ്തതാണ്. അത് അഹങ്കാരത്തിന്റെയും സ്വാർത്ഥതയുടെയും വഴിയാണ്. അതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് രക്ഷകനെ കണ്ടുമുട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് യാത്രയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരൊക്കെ യാത്ര ചെയ്ത് കണ്ടുമുട്ടിയ ആ എളിമയുടെ വഴി. അതിനായിട്ട് സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.